തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ച പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശകലനം വന്നിരിക്കുകയാണ്. നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. നരേന്ദ്രമോദി മതത്തിന്റെ പേരിൽ വോട്ട് തേടിയതായി കണക്കാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. രാമക്ഷേത്രവും കർത്താർപൂർ ഇടനാഴിയും ഒക്കെ പരാമർശിച്ചതിൽ തെറ്റില്ല. കാരണം അതൊക്കെ ഭരണ നേട്ടങ്ങൾ വിവരിക്കുക മാത്രമായിരുന്നു പ്രധാനമന്ത്രി ചെയ്തത് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണ് പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകിയത്. കഴിഞ്ഞ ഏപ്രിൽ 9 ഉത്തർപ്രദേശിലെ പിലീഭത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിനെ ആസ്പദമാക്കിയാണ് പരാതി എത്തിയത്. കർത്താർപൂർ ഇടനാഴിയും ഒപ്പം തന്നെ രാമക്ഷേത്ര നിർമ്മാണവും പ്രധാനമന്ത്രി പരാമർശിച്ചു എന്നതായിരുന്നു പരാതിക്കാരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ വിവരങ്ങൾ. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഇത് സംബന്ധിച്ച ഒരു യോഗത്തിൽ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അവലോകനം നടത്തി. ആ അവലോകനത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ യാതൊരുവിധ തെറ്റും ഇല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് BJPയുടെ പ്രധാനപ്പെട്ട ഭരണ നേട്ടമാണ് അയോധ്യ രാമക്ഷേത്രം എന്നുള്ളത്. കഴിഞ്ഞ ഏതാണ്ട് പതിറ്റാണ്ടുകൾ, ദശാബ്ദങ്ങൾ കാത്തിരുന്ന് അല്ലെങ്കിൽ ഏതാണ്ട് 100 വർഷത്തിനധികം 500 വർഷത്തിനധികമുള്ള കാത്തിരിപ്പിന് ശേഷം യാഥാർത്ഥ്യമാക്കിയ അയോധ്യ രാമക്ഷേത്രം, അത് BJPയുടെ വലിയ നേട്ടമായി അവർ ഉയർത്തി കാണിക്കുന്നു. അതിൽ അസ്വാഭാവികത ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ തന്നെയുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു അയോധ്യ രാമക്ഷേത്രം പണിത് അവിടെ ഭാരതത്തിൽ ഹിന്ദുവിൻ്റെ സ്വത്വം വീണ്ടെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട വാഗ്ദാനം. ആ വാഗ്ദാനം ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഒപ്പം തന്നെ ഇടനാഴിയുടെ വിഷയത്തിലും സമാനമായ ഒരു നിരീക്ഷണം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്. ഈ ഇടനാഴി പരാമർശം നടത്തിയിട്ടുള്ളതിലും യാതൊരുവിധ തെറ്റുമില്ല. അത് ഭരണ നേട്ടമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൽ അത്തരം ഒരു പരാമർശം നടത്തിയതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ അവലോകനത്തിലുണ്ടായ ഒരു വിലയിരുത്തൽ. രോഹിണി.